ഞാൻ പേടിച്ചു പോയി. നീയോ? ഇതെന്താ ഒന്നും പറയാതെ വന്നത്? അല്ലെ 2 ദിവസം മുന്നേ വിളിച്ചു പറയല്ലേ വരുന്നുള്ളത്? ഓ, അല്ലെങ്കിലും പറഞ്ഞിട്ടൊക്കെ വരാൻ പറ്റിയ വിശേഷമാണ് ഇവിടെ ഉള്ളത്. അമ്മ അഞ്ജുന് പാദസരം വാങ്ങി കൊടുത്തു. ഓ, അതറിഞ്ഞിട്ട് ഓടി വന്നതാ? ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ തോന്നിട്ട് വന്നതാണെന്ന്. കാണാനൊക്കെ തോന്നുന്നുണ്ട്. ഇതിപ്പോ അതൊന്നും അല്ലല്ലോ അമ്മ, ആ കാര്യം വിട്. ഇതെന്തിനാ അഞ്ജുന് മാത്രം പാത്രം വാങ്ങിക്കൊടുത്ത്? അമ്മയ്ക്ക് ഒരു മോളാ? ഞാനും അമ്മന്റെ മോളല്ലേ, എന്നോട് എന്താ പറയാതിരുന്നേ? അവളുടെ 1.5 പവന്റെ വള പൊട്ടിട്ട് ഇവിടെ കുറെ അയലെ കൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അവള് വരുമ്പോ പറയണം പാദസരം വേണം, പാദസരം വേണം. ഞാനിപ്പോ അത് കൊടുത്ത് പാദസരം വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. 1.5 പവനെ കൊണ്ട് പാത്രം കിട്ടും. അമ്മ അതിൽ എത്ര ചേർത്തി? ഞാനിപ്പോ എത്ര ചേർത്തേ? ഒരു 1/4 പവനോ അതിൽ കുറച്ച് കൂടുതൽ, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. 1/4 പവൻ എന്ന് പറഞ്ഞാൽ 10-15,000 രൂപ വന്നില്ലേ? പിന്നെ പണിക്കൂലി അമ്മന്റെ കയ്യിൽ നിന്നല്ലേ എടുത്തു കൊടുത്തിട്ടുണ്ടാകുക. അപ്പൊ പിന്നെ അവർക്ക് ഇത്രയും വാങ്ങിക്കൊടുക്കുമ്പോ എനിക്കൊന്നുമില്ല. നിനക്ക് എന്ത് തരേ? ഞാൻ അങ്ങനെ കണക്ക് നോക്കിട്ട് വാങ്ങിക്കൊടുത്തൊന്നും അല്ല. പൊട്ടിയത് ഇവിടെ വെച്ചിട്ട് ഇവിടെ തന്നെ അത് കടന്നു പോകും, അത് കാരണം വാങ്ങിച്ചു കൊടുത്തതാ. അങ്ങനെയൊന്നും പറഞ്ഞാൽ അവൻ കൈ ഒഴിയാൻ പറ്റില്ല. കുഞ്ഞൊന്ന് മഴകി നിക്ക്. അവക്ക് പൊട്ട് അത്രയും തന്നെ എനിക്കും വേണം. ഇനി എന്റെ കയ്യിൽ ഞാൻ എന്താ വളയിട്ടാണ് നടക്കുന്നത്? എനിക്ക് വളയൊന്നുമില്ല. അമ്മ എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു പവന്റെ വള എനിക്ക് വാങ്ങിത്താ. നീ എന്തേ പറയുന്നത്? 10-70,000 രൂപ വേണം ഒരു പവന്റെ വള വാങ്ങിക്കണമെങ്കിൽ. നിനക്ക് എത്ര വന്നാലും ആർത്തി മാറില്ല. ഞാൻ 70,000 രൂപ എവിടെ നിന്നുണ്ടാക്കി വള വാങ്ങി തരാനാ? നീ എന്താ ഇവിടെ തന്നു വെച്ചിട്ടുണ്ടോ? 70,000 രൂപ തന്നെ കൊടുത്തിട്ട് വാങ്ങി തരണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വളയില്ല, അതുകൊണ്ട് ഒരെണ്ണം വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അമ്മന്റെ കയ്യിൽ നോക്ക് എത്ര വളയാന്നുള്ളത്. അതിലൊരു വള എനിക്ക് തന്നാലും മതി. ഓ, അത് ശരി. നീ വന്നത് വെറുതെ അല്ല, മനസ്സിലിരിപ്പ് ഇതാണല്ലേ. ഞാൻ ആലോചിക്കട്ടെ, ഒന്ന് കേറകത്ത്. പിന്നെ കുഞ്ഞെന്താ പൊന്നു വേടാ. കുഞ്ഞിന്റെ കയ്യിലൊരു വള ഇട്ട് കൊടുത്തൂടെ മോളെ? ഇതെന്താ അത്? അതല്ലേ ഞാൻ പറഞ്ഞു, അവക്കും വളയില്ല. ഞാൻ സ്വർണ്ണവളിന്റെ കാര്യമല്ല പറഞ്ഞത്, കരിവള ഇട്ട് കൊടുത്തൂടേന്ന്. സ്വർണ്ണവളിയും ബ്രേസ്ലെറ്റ് നീ തന്നതല്ലേ ഞാൻ കുഞ്ഞിന്? ഓ, അതൊക്കെ 28 തന്നല്ലേ കുഞ്ഞിന്റെ. ഇട്ട് കൊടുക്കാൻ പറ്റില്ല, എല്ലാം ചെറുതായി, അതുകൊണ്ട് അയച്ചു വെച്ചിരിക്കുക. പിറന്നാള് വരാനായി, അന്നേരം ആ കണക്ക് പറഞ്ഞിരിക്കണ്ട. അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് കണക്ക് കൂടുതലാ. പിറന്നാളാകെ ഇനിയും സമയമില്ലേ? നീ ഇപ്പൊ കേറ്. കണക്ക് കുഞ്ഞു കാര്യം എന്തെങ്കിലും കൊടുത്ത് ഓർക്ക്. ജമ്മോ, എന്ത് കിട്ടിയാലും അവൾക്ക് തൃപ്തിയാവില്ല. എപ്പോഴും ഉണ്ടാവും ഓരോരോ കണക്ക്.